ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വൺ ക്ലിപ്പ് PSC യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മുടെ ബ്രെയിനിൽ സ്റ്റോർ ചെയ്യാനായിട്ട് ഒരു ദിവസമെങ്കിലും മിനിമം നമുക്ക് വേണം. അപ്പോൾ ഇനി നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അതൊരു പുതിയ കാര്യമാണെങ്കിൽ അത് നമുക്ക് എന്തായാലും എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ അതൊരു കൺഫ്യൂഷൻ മാത്രമായിരിക്കും വരുന്നത്. അതുകൊണ്ട് തന്നെ പുതിയ കാര്യങ്ങൾ പഠിക്കാതെ നിങ്ങൾ എന്തൊക്കെയാണോ പഠിച്ചത് ആ പഠിച്ച കാര്യങ്ങൾ മാത്രം ഇനി എന്ത് ചെയ്യുക, റിവിഷൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം പുതിയ കാര്യങ്ങൾ നമ്മളിപ്പോൾ പഠിച്ചെങ്കിൽ തന്നെയും അത് വെറും ഒരു ഫ്ലുവൻസി ഇല്യൂഷൻ മാത്രമായിരിക്കും നമ്മുടെ മൈൻഡിൽ എന്ന് പറയുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പഠിച്ച കാര്യങ്ങൾ നമുക്ക് അത് റീകോൾ ചെയ്യാനോ അല്ലെങ്കിൽ റീതിങ്ക് ചെയ്യുമ്പോഴോ അതിൽ നിന്നും വ്യക്തമായിട്ടൊരു ഉത്തരത്തിലേക്ക് എത്താതെ നമ്മൾ പകച്ചു നിൽക്കേണ്ട അവസ്ഥയിലേക്കാണ് പോകുന്നത്. അത് നിങ്ങളെ 100% ഒരു നെഗറ്റീവ് മാർക്കിലേക്കാണ് എത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ മക്കളെ, ഇനി നിങ്ങൾ ഒരിക്കലും ഒരു പുതിയ കാര്യം എന്ത് ചെയ്യുക, പഠിക്കാതിരിക്കുക. പഠിച്ചത് എന്താണോ അത് മാത്രം എന്ത് ചെയ്യുക, റിവിഷൻ ചെയ്യാനായിട്ട് പോവുക. അതാണ് നമ്മുടെ ഇന്നത്തെ ഒന്നാമത്തെ ടിപ്സ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ടിപ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ കയ്യിൽ നാളെ കിട്ടിക്കഴിയുമ്പോൾ അതായത് പല ഉദ്യോഗാർത്ഥികളും എൻ്റെ അടുത്ത് പറയാറുണ്ട്, സാറേ ഞാൻ ആ ചോദ്യം കണ്ടില്ലായിരുന്നു, എനിക്കത് അറിയാവുന്ന ചോദ്യമായിരുന്നു, പക്ഷെ എനിക്കത് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല, കാരണം ഞാനത് കണ്ടില്ല നിലവിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ. പിന്നെ കുറച്ച് ആളുകൾ ചോദിക്കാറുണ്ട്, അങ്ങനെ ഒരു ചോദ്യം ഉണ്ടായിരുന്നോ? അപ്പൊ അങ്ങനെയുള്ള ആ ഒരു കാര്യങ്ങൾ പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുക, നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പർ 100 മാർക്കിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ്. ആ ക്വസ്റ്റ്യൻ പേപ്പർ എന്ത് ചെയ്യുക, ഇത് മൊത്തമായിട്ടൊന്ന് വായിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പൊ തന്നെ നമുക്ക് അറിയാവുന്ന ചോദ്യങ്ങൾ, അറിയില്ലാത്ത ചോദ്യങ്ങൾ എല്ലാം നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് കിട്ടുന്ന സമയം, അതായത് ഒരു 10 മിനിറ്റ് അതിനു വേണ്ടി മാറ്റി വെച്ചോ. അതായത് ആ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് മൊത്തമായിട്ടൊന്ന് വായിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അങ്ങനെ നമ്മൾ വായിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് മനസ്സിലാവും ഏതൊക്കെ ചോദ്യങ്ങളാണ്. ഫസ്റ്റ് ടൈം റൗണ്ട് വായിക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഏതൊക്കെ ചോദ്യങ്ങൾ നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും എന്നുള്ള സാധനങ്ങൾ. അതേപോലെ തന്നെ ആ ക്വസ്റ്റ്യൻ പേപ്പർ ഏത് മോഡ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ്, അതൊരു മീഡിയം ലെവൽ ക്വസ്റ്റ്യൻ പേപ്പർ ആണോ, അതേപോലെ ഈസി ആണോ, അല്ലെങ്കിൽ ഹാർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആണോ എന്നുള്ളത് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അതിന് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുക, ഈ പറയുന്ന കോർ സബ്ജക്റ്റ് നമുക്കറിയാം, ഇംഗ്ലീഷ്, മാത്സ്, മലയാളം. അത് ടഫ് ആണോ എന്നുള്ളത് നോക്കുക, അല്ലെങ്കിൽ അത് ഭയങ്കര ഈസി ആണോ എന്നുള്ളത് നോക്കുക. അതേപോലെ തന്നെ ഈ പറയുന്ന നമ്മുടെ സയൻസ് സബ്ജക്റ്റിലേക്ക് നമ്മൾ നോക്കി കഴിയുമ്പോൾ അവിടെ വരുന്ന ക്വസ്റ്റ്യൻസ് ഈസി ആണോ അല്ലെങ്കിൽ ടഫ് ആണോ എന്നുള്ളത് നോക്കുക. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് ഏത് ലെവലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അപ്പോൾ നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ട്രിവാൻഡ്രത്തിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് ഒരു ആവറേജ് ക്വസ്റ്റ്യൻ പേപ്പർ. അതേപോലെ തന്നെ കൊല്ലം, കണ്ണൂരും ഏകദേശം ആവറേജ് അബോവ് വരുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണ് വരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പോൾ കൊല്ലം അതേപോലെ തന്നെ കണ്ണൂരൊക്കെ ആണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് കോർ സബ്ജക്റ്റിൽ നിന്ന് തുടങ്ങി എന്തിലേക്ക് പോകണം, ഈ പറയുന്ന GK ക്വസ്റ്റ്യൻസിലേക്കും അതേപോലെ കറണ്ട് അഫയേഴ്സിലേക്കും പോവുകയാണ് വേണ്ടത്. അതേപോലെ തന്നെ നമ്മുടെ ട്രിവാൻഡ്രം LD ആണെങ്കിൽ അതിൻ്റെ അകത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത്, GK തന്നെ സിമ്പിളായിട്ട് സ്റ്റാർട്ട് ചെയ്യാം, ഒരു പ്രശ്നവുമില്ല. നേരെ എന്ത് ചെയ്യാം, അവസാനം നമ്മൾ ക്ലോസ് ചെയ്യാനായിട്ട് കോർ സബ്ജക്റ്റിൽ വന്ന് ആ ക്വസ്റ്റ്യൻ പാറ്റേൺ പോലെ തന്നെ നമുക്ക് പോകാനായിട്ട് പറ്റും. ആദ്യം തുടങ്ങി അവസാനം കോർ സബ്ജക്റ്റിൽ കഴിഞ്ഞ് അവസാനിക്കുന്ന പോലെ തന്നെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് തരാനുള്ളത്, പ്രീവിയസ് ഇയർ എക്സാമിൻ്റെ ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ വീഡിയോ ചെയ്തിരുന്നു. അതേപോലെ കഴിഞ്ഞ ദിവസവും അതിൻ്റെ മുന്നത്തെ ദിവസങ്ങളിലൊക്കെ പറഞ്ഞതാണ് പ്രീവിയസ് ഇയർ കട്ട് ഓഫ് മാർക്ക്. 2021 കട്ട് ഓഫ് മാർക്ക് നമ്മൾ എടുത്തു വെച്ച് നോക്കി കഴിയുമ്പോൾ ഈ പ്രാവശ്യം നമുക്ക് എക്സാം എഴുതുമ്പോൾ നമുക്ക് ലഭിക്കേണ്ട മാർക്ക് ഏകദേശം 75 to 80 മാർക്ക് മാക്സിമം. അതിനപ്പുറത്തേക്ക് നിങ്ങൾ എന്ത് ചെയ്യേണ്ട, അതായത് നിങ്ങൾക്ക് ഒരു ജോലി കിട്ടി, അതായത് ആദ്യത്തെ 100 റാങ്കിൽ വന്ന് നിങ്ങൾക്ക് ജോലി കിട്ടി, അതായത് ആ ലിസ്റ്റ് അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് ജോലി കിട്ടി, നിങ്ങൾ സെറ്റിൽ ആവാൻ പറ്റുന്ന ഒരു മാർക്കാണ് ഈ പറയുന്ന 75 to 80 എന്ന് പറയുന്നത്. അതിന് മുകളിലേക്ക് ഒരു മാർക്കിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ട, വെറുതെ ടെൻഷൻ ആവത്തുള്ളൂ. ഒരിക്കലും ആർക്കും ആ മാർക്കൊന്നും കിട്ടാറുമില്ല. വെറുതെ പറയുന്ന കാര്യമാണ് 85 മാർക്ക് 90 മാർക്ക് വാങ്ങണം, അല്ലെങ്കിൽ ഇത് ഭയങ്കര ടഫാണ് എന്നൊക്കെ. അപ്പം നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നിലവിൽ 75 മാർക്ക് വരെ എത്തി നിൽക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നല്ല മാർക്കാണ്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുക, അവിടെ വെച്ച് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ വായനയും അതേപോലെ തന്നെ ബബിൾ ചെയ്യണ പരിപാടിയും ക്ലോസ് ചെയ്യുക. അവിടെ വെച്ച് തന്നെ നിർത്തി എന്ത് ചെയ്യുക, വെറുതെ ഇരുന്നു. ഓക്കെ, അപ്പോൾ 75 to 80 മാർക്ക് എത്തുവാണെങ്കിൽ, സ്കോർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ വെച്ച് ക്ലോസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, നമുക്കറിയാം പാർട്ട് 1 എന്ന് പറയുന്നത് എത്രയാണ്, 25 മാർക്ക്, പാർട്ട് 2 അതേപോലെ 25, പാർട്ട് C എന്ന് പറയുന്നത് 25. അങ്ങനെ 4 കോളങ്ങളായിട്ടാണ് നമുക്ക് OMR ഷീറ്റ് കിടക്കുന്നത്. അപ്പൊ അതിൻ്റെ അകത്ത് എന്ത് ചെയ്യുക, ഈ പറയുന്ന ലെവലിലേക്ക് ഏകദേശം ഒരു ഇതിൻ്റെ അകത്ത് തന്നെ നമ്മൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ലെവലിൽ എന്ത് ചെയ്യുക, ഒരു ബബിൾ ചെയ്ത് സെറ്റ് ചെയ്ത് തന്നെ പോകാനായിട്ട് ശ്രമിക്കുക. ഓക്കെ,
അപ്പോൾ അത് പ്രത്യേകിച്ച് ഒരു കാര്യം ശ്രദ്ധിക്കണം. അതായത് കുറച്ച് ഉദ്യോഗാർത്ഥികൾ കഴിഞ്ഞ ദിവസം ചോദിച്ചതാണ്, ബബിൾ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അതായത് ആദ്യം ബബിൾ ചെയ്യുന്നത് എന്താണോ അതാണ് OMR റീഡ് ചെയ്യത്തുള്ളൂ, അല്ലെങ്കിൽ പിന്നെയും വീണ്ടും ബബിൾ ചെയ്ത് കഴിഞ്ഞാൽ അത് ക്യാൻസൽ ആണ്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യുക, ഒറ്റ തവണ മാത്രം ബബിൾ ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അത് കറക്റ്റ് ആയിട്ട് തന്നെ ചെയ്യണം. അതേപോലെ എന്താണ് ഹോൾ ടിക്കറ്റ് നിങ്ങൾ അറിയാം, അതിൻ്റെ അകത്ത് നോക്കി തന്നെ രജിസ്റ്റർ നമ്പറും ബാക്കി കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ അകത്ത് ചെയ്യാനായിട്ട് ശ്രമിക്കുക. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഏറ്റവും വില്ലനായിട്ടുള്ള മറ്റൊരു സംഭവമാണ് നെഗറ്റീവ് എന്ന് പറയുന്നത്. നെഗറ്റീവ് 3 എണ്ണത്തിൽ കൂടുതൽ വരുത്താതിരിക്കുക. കാരണം നിങ്ങൾ വിചാരിക്കണ്ടാവും ചിലപ്പോൾ എന്താണ് കുറച്ച് ടഫാണ് എന്നൊക്കെ നമ്മുടെ മനസ്സിൽ തന്നെ നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വരുന്ന എല്ലാം കയറി അങ്ങ് കറപ്പിക്കാനായിട്ട് തുടങ്ങും. അപ്പോൾ അങ്ങനെയുള്ള പരിപാടികളിലേക്ക് പോവാതിരിക്കുക. മാക്സിമം ഒരു 3 നെഗറ്റീവ്, അതിന് മുകളിലേക്ക് നെഗറ്റീവ് വരുത്തരുത്. കാരണം ലിസ്റ്റിൽ നിന്നും പല ഉദ്യോഗാർത്ഥികളും തള്ളപ്പെടുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന ഊഹാഭോഗങ്ങൾ വെച്ചുകൊണ്ടുള്ള എന്താണ് ബബ്ലിങ്ങിലാണ്. അവിടെ വെച്ചാണ് അവർ പലപ്പോഴും ലിസ്റ്റിൽ നിന്നും പുറത്താകുന്നത്. നല്ല മാർക്കൊക്കെ ഉള്ള ഉദ്യോഗാർത്ഥികളായിരിക്കും. അപ്പോൾ ചിലപ്പോൾ എന്താണ് ചിലപ്പോൾ എക്സാം കൈവിട്ട് പോയി എന്നുള്ള പേരിൽ എന്ത് ചെയ്യും, അവരിത് ചുമ്മാ കറപ്പിച്ച് എന്ത് ചെയ്യും, നെഗറ്റീവ് അടിച്ച് മൊത്തം കയ്യിൽ നിന്ന് പോകുന്ന അവസ്ഥയിലേക്ക് എത്തും. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാവരുത്. അപ്പോൾ നെഗറ്റീവ് മാക്സിമം 3 എണ്ണം. കാരണം ഒരു പ്രാവശ്യം നിങ്ങൾ ഒരു ചോദ്യം വായിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഉത്തരം ഏകദേശം നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ അതിൻ്റെ ഉത്തരം വന്നിരിക്കും ഒറ്റ തവണ റീഡിങ്ങിൽ. വീണ്ടും ഒന്നുകൂടി വായിച്ചു കഴിയുമ്പോഴും എന്ത് ചെയ്യുക, അതിൻ്റെ ഉത്തരം അത് തന്നെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഉത്തരം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റ കാര്യം മനസ്സിലാക്കുക, നിങ്ങൾക്ക് ആ ചോദ്യത്തിൻ്റെ ഉത്തരം അറിയാൻ പാടില്ല. സത്യമാണ് ഞാൻ ഈ പറയുന്നത്. എന്താണ്, നിങ്ങൾക്ക് ആ ചോദ്യത്തിൻ്റെ ഉത്തരം അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാത്തത്, നിങ്ങൾക്ക് കിട്ടാത്തത്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ആ സാധനം സ്കിപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഓപ്ഷനുള്ളൂ. അല്ലാതെ പിന്നെ അവിടെ കയറി എന്താണ് വീണ്ടും ഒന്നുകൂടിയും വായിച്ചതിന് ശേഷം പിന്നെയും വായിച്ച്, അപ്പോൾ ഞാൻ ഈ പറയുന്ന പോലെ നിങ്ങളുടെ അടുത്ത് അതായത് ഒരു എന്താണോ നമ്മൾ ഒരു ഈ പറയുന്ന ഒരു ചാപ്റ്റർ എടുത്ത് വായിക്കുന്നു, ആ ചാപ്റ്റർ വായിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലായി എന്നുള്ളൊരു തോന്നൽ നമ്മുടെ മൈൻഡിൽ വരും. അതാണ് ഈ ഫ്ലുവൻസി ഇല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഞാനിത് പഠിച്ചു എന്നുള്ളൊരു തോന്നലിലാണ് നമ്മൾ ഇരിക്കുന്നത്. അതായിരിക്കും പലർക്കും പറ്റുന്നത് ഈ എക്സാമിൻ്റെ ടൈമിൽ. കാരണം ഒരു റാങ്ക് ഫയൽ ആണെങ്കിലും ഇപ്പോൾ ഒരു വീഡിയോ ക്ലാസ് ആണെങ്കിലും കണ്ടു കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാനിത് പഠിച്ചു, ഞാനിത് സെറ്റാണ് എന്നുള്ള തോന്നലിലാണ് നമ്മൾ പോകുന്നത്. പക്ഷേ നമുക്ക് മനസ്സിലാവുന്നത് അത് വെറും ഇല്യൂഷൻ ആയിരുന്നു എന്നുള്ള മനസ്സിലാകുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സാം ഹോളിൽ വെച്ചാണ്. അല്ലെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അതിക്ക് മുമ്പ് തന്നെ വീണ്ടും ഒന്ന് റീകോൾ ചെയ്യുകയോ റീതിങ്ക് ചെയ്ത് അതിൽ നിന്ന് എത്ര പോയിന്റ്സ്, ഇപ്പോൾ ഒരു വീഡിയോ ക്ലാസ്സിൽ ഏകദേശം ഒരു 20 പോയിന്റ് പറഞ്ഞു, അല്ലെങ്കിൽ നമ്മളൊരു ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞപ്പോൾ 25 ചാപ്റ്ററിൽ 25 പോയിന്റ്സ് പറഞ്ഞു, അത് മൊത്തം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, റീതിങ്ക് ഓർ റീകോൾ ചെയ്യാൻ പറ്റുന്നെങ്കിൽ മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ആ ടോപ്പിക്ക് പഠിച്ചു എന്ന് പറയാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഉള്ള പഠനം എന്ന് പറയുന്നത് പഠനമല്ല, നിങ്ങൾ വെറുതെ കേട്ടു എന്ന് മാത്രമുള്ളൂ. ഓക്കെ, അപ്പോൾ അത് പോട്ടെ. അപ്പോൾ എന്ത് ചെയ്യാം, ഈ അങ്ങനെ ഒരു കാര്യം നോക്കുക. അപ്പോൾ ഫസ്റ്റ് റൗണ്ട് റീഡിങ്ങിൽ തന്നെ നിങ്ങൾക്ക് എന്ത് കിട്ടും, ഈ പറയുന്ന ആൻസർ കിട്ടും. സെക്കൻഡ് റൗണ്ടിലും കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യുക, പിന്നെ അതിനെക്കുറിച്ച് നോക്കരുത്. തേർഡ് റൗണ്ട് റീഡിങ്ങിലേക്ക് വേണ്ടി പോവരുത്. അത് നെഗറ്റീവ് മാത്രമായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാക്കി തരുന്നത്. ഓക്കെ, അടുത്തത് സ്റ്റേറ്റ്മെന്റ് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് 35 അബോവ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, നിങ്ങൾ ഉറപ്പായിട്ടും അത് കോർ സബ്ജക്റ്റിൽ നിന്ന് തന്നെ എന്ത് ചെയ്യുക, എക്സാം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ 35+ സ്റ്റേറ്റ്മെന്റ് ലെവലിലുള്ള ചോദ്യങ്ങളാണ് വരുന്നതെങ്കിൽ ഉറപ്പായിട്ടും കോർ സബ്ജക്റ്റ് ഇംഗ്ലീഷ്, മാത്സ്, മലയാളത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അവസാനം കൊണ്ടുപോയി GK പ്ലസ് കറണ്ട് അഫയേഴ്സിൽ എന്ത് ചെയ്യുക, എൻഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതായിരിക്കും ഏറ്റവും ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് തരാനുള്ള ഏറ്റവും വലിയ ടിപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, ഒരിക്കലും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ മൊത്തമായി അതിലെ ചോദ്യങ്ങൾ കണ്ടില്ല എന്നുള്ളൊരു സ്ഥിതി നിങ്ങൾക്ക് വരരുത്. മൊത്തമായിട്ടും വായിച്ചു തീർക്കുക. പ്രീവിയസ് ഇയർ കട്ട് ഓഫ് എല്ലാവർക്കും അറിയാം എത്രയാണ് ഓരോ ജില്ലയിലെയും എന്നുള്ളത്. ആ ജില്ലയിലെ കട്ട് ഓഫ് അനുസരിച്ച് നമ്മുടെ കാൽക്കുലേഷൻ അനുസരിച്ച് 75 to 80 മാർക്ക് നമ്മൾ സ്കോർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആദ്യത്തെ ഒരു 100 റാങ്കിലേക്ക് എത്താൻ പറ്റും. നമ്മൾ സേഫ് സോണിലായിരിക്കും. അടുത്തത് നെഗറ്റീവ് മാർക്ക് എന്ന് പറയുന്നത്, നെഗറ്റീവ് മാർക്ക് 3 എണ്ണമെങ്കിലും മാക്സിമം 3 മാർക്കിൽ കൂടുതൽ, 3 തെറ്റി കൂടുതൽ എന്ത് ചെയ്യരുത്, നെഗറ്റീവ് വരരുത്. സ്റ്റേറ്റ്മെന്റ് ലെവലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നതെങ്കിൽ എന്ത് ചെയ്യുക, നമ്മൾ കോർ സബ്ജക്റ്റിൽ നിന്ന് എന്ത് ചെയ്യുക, സ്റ്റാർട്ട് ചെയ്യുക. 1 ടൈം 2 ടൈം മാത്രം എന്ത് ചെയ്യുക, ആ ഒരു ക്വസ്റ്റ്യനിൽ നിൽക്കുക. 3 ടൈമിലും അതിന് ആൻസർ ഇല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്, നിങ്ങൾക്ക് ആ ചോദ്യത്തിൻ്റെ ഉത്തരം അറിയില്ല എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ പറയാനായിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇതേപോലെയുള്ള എക്സാം ടിപ്പുകൾ, അതേപോലെ തന്നെ എന്താണ് ക്ലാസ്സുകൾ എല്ലാം നമ്മുടെ വൺ ക്ലിപ്പ് PSC യൂട്യൂബ് ചാനലിലും ടെലഗ്രാം ചാനലിലും വാട്സപ്പ് ചാനലിലും ഇതിൻ്റെ എല്ലാ അപ്ഡേഷനും അവൈലബിൾ ആയിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം അതെന്ത് തന്നെയാണെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരത്തേക്കും സൈനിങ് ഓഫ്, അരുൺ കൊമ്പനാടൻ. താങ്ക് യു.